നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം CBIക്ക് കൈമാറിയതിന് പിന്നാലെയാണ് നടപടി. ഇന്ന് നടക്കാനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചത് ചോദ്യപേപ്പർ ചോർന്നുവെന്ന സംശയത്തിലാണ്. തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നതായി മെഡിക്കൽ പരീക്ഷാ ബോർഡ് കണ്ടെത്തി. 1563 വിദ്യാർത്ഥികൾക്കായി നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടന്നു. ക്രമക്കേടിൽ ഇന്നും തെരുവുകളിൽ പ്രതിഷേധമുണ്ടായി. രാജ്യത്തെ പൊതുപരീക്ഷകളിലും പ്രവേശന പരീക്ഷകളിലും ക്രമക്കേടുകൾ തുടർക്കഥയാവുകയാണ്. നീറ്റ് UG പരീക്ഷയ്ക്കൊപ്പം ഇന്ന് നടക്കാനിരിക്കെ മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷയും സംശയനിഴലിലാണ്. ഇന്നലെ മെഡിക്കൽ പരീക്ഷാ ബോർഡിലെ ഉദ്യോഗസ്ഥർ നീറ്റ് PG പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നതായി കണ്ടെത്തിയത്. ചോദ്യപേപ്പറുകൾക്കായി വൻതുക വിദ്യാർത്ഥികളോട് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു. ടെലഗ്രാമിലൂടെയായിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആശയവിനിമയം. ക്രമക്കേടിന്റെ സാധ്യത തിരിച്ചറിഞ്ഞതോടെ പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകി. സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുമ്പോഴും ക്രമക്കേടുകൾ നടന്നതായി പരാമർശമില്ല. പരീക്ഷയ്ക്ക് 12 മണിക്കൂർ മുൻപ് ആരോഗ്യ മന്ത്രാലയം എടുത്ത തീരുമാനത്തിൽ പല വിദ്യാർത്ഥികളും രോഷം രേഖപ്പെടുത്തി. आपने नेट का एग्जाम कैंसिल किया क्योंकि आपको लगा कि गलतियां हुई हैं, और वही NTA जो है नीट का एग्जाम कराया तो उसमें गलतियां नहीं हुई हैं, उसकी गलतियां आपको साफ साफ दिख रही हैं. आपने उस पर एक्शन क्यों नहीं लिया? हम लोगों को सुप्रीम कोर्ट तक जाना पड़ा, आपने पहले एक्शन क्यों नहीं लिया? अब आप एक्शन ले लो क्योंकि आपको पता है कि जो नेट का एग्जाम देते हैं वो ग्रेजुएट बच्चे होते हैं. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് കേസ് CBI ഏറ്റെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മഹാരാഷ്ട്ര ATS സ്വകാര്യ കോച്ചിംഗ് സെന്റർ നടത്തിയ 2 സർക്കാർ സ്കൂൾ അധ്യാപകരെ ലാത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലും CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധി പേരാണ് ഇതിനോടകം പോലീസ് പിടിയിലായത്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയ റിപ്പോർട്ടിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ NTAക്ക് വീഴ്ച പറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തിയതിനു പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിയത്. പ്രതിഷേധങ്ങൾക്കിടെ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് ഇന്ന് നീറ്റ് UG പുനഃപരീക്ഷ നടത്തി. ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, മേഘാലയ എന്നിവിടങ്ങളിലെ 7 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കേന്ദ്രങ്ങളിൽ NTAയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. അപ്പോഴും ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വ്യക്തതയില്ല. പൊതുപരീക്ഷയുടെ വിശ്വാസ്യതയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയാണ് ലക്ഷങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ വിൽപ്പനച്ചരക്കാക്കിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ അവസരത്തിൽ ഉയരുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ നീതി വേണമെന്നാവശ്യപ്പെട്ടുള്ള തെരുവുകളിലെ പ്രതിഷേധവും കെട്ടടങ്ങുന്നില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ.